ഞാനിപ്പോൾ രണ്ട് കാര്യം കണ്ട്. ഒന്ന്, ശ്രീ ജോസ് കെ മാണിയുടെ ഓഫീസിന്റെ ഒരു പ്രസ്താവന ഇന്ന് പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്, ഇന്നലെ വരാൻ കഴിയാത്തതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ അഭ്യൂഹം അതോടുകൂടി അവസാനിച്ചല്ലോ. പിന്നെ ഇപ്പോൾ കണ്ടത് ബഹുമാന്യനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രതികരണമാണ്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി ചെയർമാൻ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബാക്കിയെല്ലാം അഭ്യൂഹങ്ങളാണെന്നും. എത്തിക്സ് ഉള്ളവർക്കാണ് അത് ബാധകമായിട്ടുള്ളത്. സ്വയം അദ്ദേഹം ഒഴിയാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒഴിയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുമില്ല. മാത്രമല്ല, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സംരക്ഷണം കൊടുക്കുന്നു, ന്യായീകരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പാവം പയ്യനെ വേട്ടയാടി എന്ന മട്ടിലാണ് കോൺഗ്രസിന്റെ സാമൂഹിക മാധ്യമങ്ങളിലെ ന്യായീകരണമൊക്കെ. സൈബർ അധിക്ഷേപം ഓരോ അതിജീവിത രംഗത്ത് വരുമ്പോഴും നടത്തുന്നത് ഇനിയുള്ള ആളുകൾ വരാതിരിക്കാനാണ്. ഇനിയുള്ള ആളുകൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ആളുകൾ വരാതിരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. ഇപ്പോൾ ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കില്ലേ. അല്ലാതെ ഇടത് മുന്നണി അല്ലല്ലോ അത്തരം കാര്യങ്ങൾ. സ്പീക്കറല്ലേ, ബഹുമാനപ്പെട്ട സ്പീക്കർ നിങ്ങളോട് പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത് അതിന്റെ നിയമവശം പരിശോധിക്കുന്നു എന്നുള്ളത്. അതൊക്കെ സ്പീക്കറുടെ അധികാരപരിധി വരുന്ന കാര്യങ്ങളാണ്.